വലിയ ദാനശീലനായിരുന്നു കുഞ്ഞുണ്ണി. കണ്ണപ്പനാവട്ടെ വലിയ തട്ടിപ്പുകാരനും. ഒരു ദിവസം കണ്ണപ്പൻ കുഞ്ഞുണ്ണിയുടെ വീട്ടിലെത്തി. എന്നിട്ട് പറഞ്ഞു, ഞാനൊരു ദരിദ്രനാണ്. കഞ്ഞി വയ്ക്കാൻ കുറച്ച് അരി തന്ന് സഹായിക്കണം. അത്യാഗ്രഹിയായ കണ്ണപ്പനെ കുഞ്ഞുണ്ണിക്ക് നന്നായി അറിയാമായിരുന്നു. ഇവനെ ഒരു പാഠം പഠിപ്പിക്കണം. കുഞ്ഞുണ്ണി മനസ്സിൽ വിചാരിച്ചു. എന്നിട്ട് പറഞ്ഞു, അയ്യോ, ഇപ്പോഴിവിടെ അരിയൊന്നുമില്ല. നിങ്ങൾ എൻ്റെ പാടത്തു നിന്നും 2 പറ അരിക്കുള്ള നെല്ല് കൊയ്തെടുത്തോളൂ. ഇത് കേട്ടപ്പോൾ അത്യാർത്ഥിക്കാരനായ കണ്ണപ്പനുണ്ടായ സന്തോഷം പറയാനുണ്ടോ? അയാൾ അരിവാളുമെടുത്ത് പാടത്തേക്ക് ഇറങ്ങി. എത്ര കൊയ്തിട്ടും 2 പറ അരിക്കുള്ള നെല്ലായില്ല എന്ന് വിചാരിച്ച് കണ്ണപ്പൻ പാടത്തുള്ള നെല്ല് മുഴുവൻ കൊയ്തെടുത്തു. എത്ര കൊയ്തിട്ടും 2 പറ അരിക്കുള്ള നെല്ലായില്ല എന്ന് വിചാരിച്ച് കണ്ണപ്പൻ പാടത്തുള്ള നെല്ല് മുഴുവൻ കൊയ്തെടുത്തു. നെല്ല് മെതിച്ച് അളന്നു നോക്കിയപ്പോൾ 30 പറ അരിക്കുള്ള നെല്ലുണ്ടായിരുന്നു അത്. പക്ഷേ പറഞ്ഞിട്ട് എന്താ കാര്യം? 2 പറ അരിക്കുള്ള നെല്ലല്ലേ കണ്ണപ്പന് എടുക്കാൻ പറ്റൂ. അത്രയും നെല്ല് മാത്രം അളന്നെടുത്തിട്ട് കണ്ണപ്പൻ സങ്കടത്തോടെ വീട്ടിലേക്ക് നടന്നു. കൊയ്ത്തിന് ആളെ കിട്ടാതിരുന്ന കുഞ്ഞുണ്ണിക്ക് അത് ഒരു വലിയ സഹായമാവുകയും ചെയ്തു. പ്രണവപ്രകാശത്തിൻ്റെ പുതിയ ഒരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യാ ദേവി പരമാശക്തി പരബ്രഹ്മാഭിധായിനി ബ്രഹ്മാനന്ദാഭിധാനായൈ തസ്യൈ ദേവ്യൈ നമോ നമഃ. ഏതൊരു ദേവിയാണോ പരബ്രഹ്മാഭിധായിനിയായ പരമാശക്തിയും ബ്രഹ്മാനന്ദ എന്ന പേരോടുകൂടിയവളും ആകുന്നത്, അങ്ങനെയുള്ള എൻ്റെ അമ്മയ്ക്ക് നമസ്കാരം. യാ ദേവി പരമാശക്തി പരബ്രഹ്മാഭിധായിനി. ഏതൊരു ദേവിയാണോ പരബ്രഹ്മത്തിൻ്റെ അഭിധയായ പരമാശക്തി ആയിരിക്കുന്നത്. പരമാശക്തി എന്ന് പറഞ്ഞാൽ പരബ്രഹ്മത്തിൻ്റെ അഭിധ തന്നെയാണ്. ഒരു പദം കേൾക്കുന്ന മാത്രയിൽ തന്നെ സന്ദർഭത്തിൻ്റെയോ കൂടെ വരുന്ന പദങ്ങളുടെയോ അർത്ഥത്തിൻ്റെ സഹായം കൂടാതെ ഒരു അർത്ഥം കേൾക്കുന്ന വ്യക്തിക്ക് ഗ്രഹിക്കുവാൻ കഴിയുന്നു എങ്കിൽ അതിനെ അഭിധ എന്ന് പറയും. സാഹചര്യങ്ങൾ കൊണ്ട് ലക്ഷീകരിക്കപ്പെടുന്നത് ലക്ഷണയാണ്, വ്യഞ്ജിക്കുന്നത് വ്യഞ്ജനയും. ഇവയിൽ പ്രധാനം അഭിധാശക്തിക്കാണ്. പരമാശക്തി എന്നോ അമ്മയുടെ പര്യായങ്ങളിൽ ഏതെങ്കിലും ഒന്നോ കേട്ടാൽ പരബ്രഹ്മം എന്ന അർത്ഥം കേൾക്കുന്ന വ്യക്തിക്ക് ലഭിക്കുന്നു. പരമാശക്തി എന്നത് പരബ്രഹ്മത്തിൽ നിന്നും അഭിന്നമാണ്. ഏതൊരു ദേവിയാണോ പരബ്രഹ്മം എന്ന് പറഞ്ഞാലും ഏതൊരു ദേവിയാണോ പരമയായ ശക്തി എന്ന് പറഞ്ഞാലും അർത്ഥം ഒന്നു തന്നെയാണ്. പരമാശക്തി, പരബ്രഹ്മം, ബ്രഹ്മാനന്ദ, ഈ 3 പദങ്ങളും ഒരേ അർത്ഥം ഉള്ളവയാണ്. പരബ്രഹ്മം എന്നും പരമാശക്തി എന്നും ബ്രഹ്മാനന്ദ എന്നും പറയപ്പെടുന്ന എൻ്റെ അമ്മേ, അവിടേക്ക് വീണ്ടും വീണ്ടും നമസ്കാരം. ഓം ശ്രീ ലളിതാംബികായൈ നമഃ. ഓം. വാക്കിനും മനസ്സിനും അതീതമായ പരബ്രഹ്മസ്വരൂപിണിയാണ് അമ്മ. ബ്രഹ്മം തന്നെയാണ് അമ്മ. അപ്രകാരമുള്ള ഒന്നിനെ എങ്ങനെയാണ് സംബോധന ചെയ്യാൻ പറ്റുക? ഒന്നുകൊണ്ടും സംബോധന ചെയ്യുക സാധ്യമല്ല. കാരണം അത് വാക്കിനും മനസ്സിനും സമസ്ത ദർശനങ്ങൾക്കും എല്ലാം അതീതമാണ്. അതുകൊണ്ട് വശിന്യാദി വാഗ്ദേവതകൾ ലളിതാ സഹസ്രനാമത്തിലെ 425 മന്ത്രമായി അത് എന്ന് അർത്ഥം വരുന്ന തത് എന്ന് അമ്മയെ സ്തുതിക്കുന്നു. തത് എന്ന പദം യോഗികളുടെയും ദാർശനികരുടെയും നിരന്തരമായ അന്വേഷണത്തിന് വിഷയമാണ്. വാക്കിനും മനസ്സിനും അതീതവുമാണ്. തത് എന്ന പദത്തിൻ്റെ അർത്ഥം അത് എന്ന പദത്തിൽ ഒതുങ്ങുന്ന ഒന്നല്ല തന്നെ. ലളിതാ സഹസ്രനാമത്തിലെ നാമങ്ങളെല്ലാം തന്നെ സ്ത്രീലിംഗ ശബ്ദങ്ങളാണ്. എങ്കിലും
ഈ പദം ബ്രഹ്മത്തെ കുറിക്കുന്നതാണ്. അതുകൊണ്ട് നപുംസകലിംഗമായിട്ടാണ് ഇവിടെ വാഗ്ദേവതകൾ പ്രയോഗിച്ചിട്ടുള്ളത്. തത് എന്നതിൻ്റെ വിഭൂതികളാണ് തത്വങ്ങൾ. ബ്രഹ്മസ്വരൂപിണിയായ അമ്മയെ അത് എന്ന് പറയുകയല്ലാതെ മറ്റൊരു വാക്കുകൊണ്ടും വ്യക്തമാക്കാൻ പറ്റില്ല. മനസ്സുകൊണ്ടോ ഇന്ദ്രിയങ്ങൾ കൊണ്ടോ അറിയുവാൻ കഴിയാത്തതിനെ ഇന്ദ്രിയങ്ങൾക്ക് നേരെ അന്തർമുഖമാക്കിയാൽ ബുദ്ധിയിൽ ചിലപ്പോൾ തോന്നുമായിരിക്കാം. അമ്മയുടെ കരുണാകടാക്ഷം കിട്ടുമ്പോൾ അത് ഉണ്ട് എന്ന് അറിയാമെന്നല്ലാതെ അതിനെ പൂർണ്ണമായും മനസ്സിലാക്കുക സാധ്യമേ അല്ല. ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ വാക്കുകളിൽ കൂടി സഞ്ചരിക്കുമ്പോൾ ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാകും. ഓം തത് സദിതി നിർദ്ദേശ ബ്രഹ്മണസ്ത്രിവിധ സ്മൃത ബ്രാഹ്മണാസ്തേന വേദാശ്ച യജ്ഞാശ്ച വിഹിതാ പുരാ. ഓം ഓം എന്നും തത് തത് എന്നും സത് ഇതി സത് എന്നും ബ്രഹ്മണ ബ്രഹ്മത്തിന് ത്രിവിധ നിർദ്ദേശ 3 നാമങ്ങൾ സ്മൃത ഉപനിഷത്തുകളിൽ കാണപ്പെടുന്നു. പുരാ പണ്ട് മുതലേ തേന ഈ നാമങ്ങളോടുകൂടിയാണ് ബ്രാഹ്മണ ബ്രഹ്മജ്ഞാനികളും വേദ ച വേദങ്ങളും യജ്ഞ ച യാഗാദി കർമ്മങ്ങളും വിഹിത വിധിപൂർവം അംഗീകരിക്കപ്പെടുന്നത്. ഓം എന്നും തത് എന്നും സത് എന്നും ബ്രഹ്മത്തിന് 3 നാമങ്ങൾ ഉപനിഷത്തുക്കളിൽ കാണപ്പെടുന്നു. പണ്ട് മുതലേ ഈ നാമങ്ങളോടു കൂടിയാണ് ബ്രഹ്മജ്ഞാനികളും വേദങ്ങളും യാഗാദി കർമ്മങ്ങളും വിധിപൂർവം അംഗീകരിക്കപ്പെടുന്നത്. ഒരേ ബ്രഹ്മവസ്തുവാണ് പ്രപഞ്ചമായി കാണപ്പെടുന്നത് എന്ന് സംശയത്തിനതീതമായി ഋഷിമാർക്ക് മനസ്സിലായി. അതോടെ ഈ വാസ്തവം എല്ലാവരെയും അനുഭവിപ്പിക്കണം എന്ന് അവർ ആഗ്രഹിച്ചു. പേരാണല്ലോ പൊരുളിൻ്റെ തോന്നലുളവാക്കുന്ന പ്രധാനപ്പെട്ട ഘടകം. അതുകൊണ്ട് ബ്രഹ്മത്തെ സൂചിപ്പിക്കുന്ന 3 നാമങ്ങൾ അവർ നിർദ്ദേശിച്ചു. ഉപനിഷത്തുകൾ ബ്രഹ്മത്തിൻ്റെ പ്രതീകമായി അംഗീകരിച്ചിട്ടുള്ള പ്രണവം, അതായത് ഓം, പരബ്രഹ്മ ഉപാസനയ്ക്കുള്ള വിശിഷ്ടമായ ഒരു മന്ത്രമാണല്ലോ അത്. ബ്രഹ്മം എല്ലാത്തിനും കാരണമാണ് എന്ന വസ്തുത വെളിപ്പെടുത്തുന്ന പദമായ തത്. തത് എന്നതിന് തുല്യമായ മലയാള ഭാഷയിലുള്ള ഒരു പദമാണ് അത്. അതുകൊണ്ട് അത് എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കേണ്ടത് പ്രപഞ്ചത്തിൻ്റെ പരമമായ കാരണം എന്നാണ്. ഛാന്തോഗ്യ ഉപനിഷത്തിലെ തത്വമസി എന്ന പ്രസിദ്ധമായ മഹാവാക്യത്തിൽ ബ്രഹ്മത്തെ നിർദ്ദേശിക്കുന്ന ആദ്യത്തെ പദമാണ് തത്. അത് നീയാകുന്നു എന്നാണല്ലോ തത്വമസി എന്ന മഹാവാക്യത്തിൻ്റെ അർത്ഥം. ഈ മഹാവാക്യം അവതരിപ്പിക്കുന്ന മറ്റൊരു വാക്യത്തിലെ ആദ്യത്തെ പദമാണ് സത്. ശുദ്ധമായ ഉണ്മ എന്നാണ് സത് എന്ന പദത്തിൻ്റെ അർത്ഥം. സദേവ സൗമ്യ ഇദമഗ്ര ആസീത് എന്നാണ് പൂർണ്ണമായ വാക്യം. കുഞ്ഞെ, സൃഷ്ടിക്ക് മുമ്പ് ശുദ്ധമായ ഉണ്മ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നാണ് ഈ വാചകത്തിൻ്റെ അർത്ഥം. സങ്കല്പം കൂടിക്കലരാത്ത ശുദ്ധമായ ബോധത്തെയാണ് ഉണ്മ എന്ന് പറയുന്നത്. അതാണ് ബ്രഹ്മത്തിൻ്റെ സ്വരൂപം. അപ്പോൾ ബ്രഹ്മത്തിൻ്റെ പ്രതീകമായ ഓം, ബ്രഹ്മത്തെ പരമകാരണമായി നിർദ്ദേശിക്കുന്ന തത്, ബ്രഹ്മത്തിൻ്റെ സ്വരൂപം വെളിപ്പെടുന്ന സത് എന്നീ പദങ്ങളാണ് ബ്രഹ്മത്തിനു വേണ്ടി അംഗീകരിച്ചിട്ടുള്ള 3 വിധത്തിലുള്ള നിർദ്ദേശങ്ങൾ. അതുകൊണ്ട് ഓം തത് സത് എന്നത് ഒരു വാക്യമായി കരുതിയാൽ അതിന് ബ്രഹ്മം പരമകാരണമായ ഉണ്മയാണ് എന്ന് അർത്ഥമെടുക്കാം. ബ്രഹ്മജ്ഞാനം കൊതിക്കുന്നവർ ഈ വാക്യം എപ്പോഴും ഉച്ചരിച്ചുകൊണ്ട് ബ്രഹ്മഭാവന പുലർത്തിക്കൊണ്ടു വേണം അവരുടെ എല്ലാ കർമ്മങ്ങളും ചെയ്യാൻ.
ബ്രഹ്മജ്ഞാനം കൊതിക്കുന്ന വ്യക്തികളെയാണ് ബ്രാഹ്മണ എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സഗുണമോ നിർഗുണമോ ആയ ഉപാസനകളിൽ അംഗീകരിക്കുന്ന മന്ത്രങ്ങളെയും സ്വാധ്യായ ഗ്രന്ഥങ്ങളെയും നിർദ്ദേശിക്കുന്നതാണ് വേദം എന്ന പദം. സ്വന്തം കർമാനുഷ്ഠാനം ഉൾപ്പെടെയുള്ള എല്ലാ കർമ്മചലനങ്ങളെയും യജ്ഞം എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നു. ഒരു വ്യക്തി ഓം തത്സത് എന്ന മന്ത്രം ജീവിതത്തിൽ ഉടനീളം കൂട്ടിച്ചേർത്ത് എപ്പോഴും ബ്രഹ്മഭാവന പുലർത്തുന്നു എങ്കിൽ അതിവേഗം സാത്വികമായ ശ്രദ്ധയിൽ എത്തി അയാൾ ബ്രഹ്മാനുഭവത്തിന് പാത്രമായിത്തീരുന്നു. അതാണ് ഭഗവാൻ നമ്മോട് പറയുന്നത്. അങ്ങനെ വാഗ്ദേവതകൾ തത് എന്ന പദം കൊണ്ട് കാട്ടിത്തരുന്നത് പരബ്രഹ്മസ്വരൂപിണിയായ അമ്മയെയാണ്. ഓം തസ്മൈ നമഃ. ഓം ഓം ഹ്രീം തസ്മൈ നമഃ. നീ എന്നാണ് ത്വം എന്ന പദത്തിൻ്റെ അർത്ഥം. തത്വമസി എന്ന മഹാവാക്യത്തിൽ ഈ അർത്ഥമാണ് ത്വം എന്ന പദം കൊണ്ട് സൂചിപ്പിക്കുന്നത്. ത്വം എന്നതാണ് ലളിതാ സഹസ്രനാമത്തിലെ അടുത്ത നാമമന്ത്രവും. ത്വം എന്ന പദവും നിർഗുണമായ പരബ്രഹ്മത്തെ തന്നെ കാണിച്ചു തരുന്നു. അതായത് തത് എന്ന പദത്തിൻ്റെ അതേ അർത്ഥം തന്നെയാണ് ത്വം എന്ന പദത്തിനും ഉള്ളത് എന്നും പറയാം. തത്വമസി എന്ന മഹാവാക്യത്തിലെ ത്വം ആണ് ദേവി. ഓം തുഭ്യം നമഃ. ഓം ഓം ഹ്രീം തുഭ്യം നമഃ. ഐ എന്നതാണ് അടുത്ത നാമമന്ത്രം. അതായത് ലളിതാ സഹസ്രനാമത്തിലെ 427 മന്ത്രം. ഐ എന്ന പദത്തിന് അല്ലയോ എന്നാണ് അർത്ഥം. അമ്മയെ ബഹുമാനത്തോടുകൂടി സംബോധന ചെയ്യുന്ന ഒരു പദമാണ് ഇത്. ബഹുമാനം, ആദരവ്, സ്നേഹം എന്നിവയാണ് ഈ പദം കൊണ്ട് കുറിക്കുന്നത്. അല്ലയോ ലോകമാതാവേ, അല്ലയോ അമ്മേ എന്നൊക്കെയാണ് അമ്മയെ സംബോധന ചെയ്യാറുള്ളത്. തത്വമസിയിലെ അസി എന്ന ക്രിയ ആയിട്ടുള്ളവൾ എന്നും ഒരു അർത്ഥമുണ്ട്. തത്വമസി എന്ന മഹാവാക്യത്തിലെ അസി എന്ന പദത്തെ അല്ലയോ എന്ന സംബോധനയാക്കി ഇവിടെ മാറ്റിയിരിക്കുന്നു. അമ്മയെ സംബോധന ചെയ്യുന്നതുകൊണ്ട് സ്ത്രീലിംഗമായിട്ടാണ് പ്രയോഗിച്ചിട്ടുള്ളത് എന്ന് മാത്രം. ഓം അയ്യൈ നമഃ. ഓം ഓം ഹ്രീം അയ്യൈ നമഃ. ഇവിടെ പറഞ്ഞിട്ടുള്ള 3 മന്ത്രങ്ങളും തത്വമസി എന്ന മഹാവാക്യമാണ്. അതുകൊണ്ട് ഈ 3 മന്ത്രങ്ങൾ ഒന്നിച്ച് ഉപയോഗിക്കേണ്ടതാണ്. സമസ്ത പ്രപഞ്ചത്തെയും പരബ്രഹ്മത്തെ തന്നെയും ഉൾക്കൊള്ളുന്ന അതിവിശിഷ്ടമായ ഈ മന്ത്രരൂപങ്ങൾ അമ്മയുടെ അതിദിവ്യമായ ബ്രഹ്മശരീരം തന്നെയാണ് എന്ന് പറയാം. അതുകൊണ്ട് തന്നെ ഇവ നൽകുന്ന ഫലങ്ങൾ എന്താണ് എന്ന് പറഞ്ഞറിയിക്കുക സാധ്യമല്ല. നേരവും കാലവും ഒന്നും നോക്കാതെ, ദേശവും നോക്കാതെ എപ്പോൾ വേണമെങ്കിലും ജപിക്കാവുന്ന ഈ മന്ത്രങ്ങൾക്ക് ശുദ്ധവും അശുദ്ധവും ഒന്നും ബാധിക്കുന്നില്ല. ഗൃഹദോഷങ്ങളെയും ഗ്രഹദോഷങ്ങളെയും ഈ മന്ത്രങ്ങൾ ഇല്ലാതെയാക്കും. ദേവി മഹാത്മ്യത്തിൽ ഞാൻ എല്ലാ ഗ്രഹദോഷങ്ങളെയും ഇല്ലാതെയാക്കുന്നു എന്ന് അമ്മ തന്നെ പറയുന്നുണ്ട്. എന്നാൽ ജ്യോതിഷ കച്ചവടക്കാർ ഭയപ്പെടുത്തുന്നതുകൊണ്ട് ഈശ്വരനേക്കാൾ, ഈശ്വര വചനങ്ങളെക്കാൾ വിശ്വാസം ഇത്തരം ജ്യോതിഷപരമായ വിഡ്ഢിത്തരത്തിലാണ് എന്നുള്ളത് കൊണ്ട് മന്ത്രങ്ങളൊന്നും തന്നെ പൂർണ്ണമായ ഫലം ചെയ്യാത്തവയാണ് എന്ന് വന്നിരിക്കുന്നു. ഡോക്ടറെ കണ്ട് മരുന്ന് കുറിച്ചു വാങ്ങി അത് വാങ്ങിത്തിന്നില്ലെങ്കിൽ തൻ്റെ അസുഖം മാറില്ല എന്നുള്ള ഒരു ഉറച്ച വിശ്വാസമുള്ള വ്യക്തിക്ക് ഒരു രോഗവുമില്ലെങ്കിലും വെറും തോന്നലിൻ്റെ പേരിൽ മരുന്ന് വാങ്ങി കഴിക്കേണ്ടി വരുന്നു. അങ്ങനെ വരുമ്പോൾ ഡോക്ടർമാർ മരുന്ന് പോലെയുള്ള ഗുളികകൾ നൽകി പ്രശ്നം പരിഹരിക്കും.
അതിലൂടെ മരുന്ന് കഴിച്ചു എന്ന തോന്നൽ കൊണ്ട് അസുഖം മാറിയതായി രോഗി വിശ്വസിക്കുന്നു. അങ്ങനെ ആ വ്യാജ അസുഖവും മാറുന്നു. ഇതുപോലെയാണ് ജ്യോതിഷത്തിലുള്ള വിശ്വാസം. ഒരു കുഴപ്പവുമില്ലെങ്കിലും എന്തെങ്കിലും ഒരു ചെറിയ കാര്യമുണ്ടാകുമ്പോൾ തന്നെ സ്വയം പരിഹരിക്കാമെങ്കിൽ കൂടി അതിന് ജ്യോതിഷ വിദ്വാൻമാരെ സമീപിക്കുകയും വലിയ ചാർത്തുകൾ വാങ്ങുകയും ചെയ്യും. എന്നാൽ അമ്മയിൽ പൂർണ്ണമായും വിശ്വസിക്കുന്നവർക്ക് ഇത്തരത്തിലുള്ള ഒന്നിൻ്റെയും ആവശ്യമില്ല. ഈ വാസ്തവം ബഹുഭൂരിപക്ഷത്തിനും അറിയില്ല എന്നുള്ളതാണ് സത്യം. അങ്ങനെയുള്ളവരെ തിരുത്തുക എന്നുള്ളതും അസാധ്യമാണ്. ജ്യോതിഷത്തെ ഈശ്വരന് മുകളിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നിടത്തോളം ഒരിക്കലും സമാധാനം ഉണ്ടാവുകയില്ല, തീർച്ച തന്നെ. അതിന് കാരണം എന്തൊക്കെ ചെയ്താലും, എത്ര മന്ത്രങ്ങൾ, എത്ര വഴിപാടുകൾ നടത്തിയാലും ഉള്ളിൻ്റെ ഉള്ളിൽ വിശ്വാസത്തിൻ്റെ കണിക പോലും ഇല്ല എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് കിട്ടുന്ന ഫലം താൽക്കാലികവുമാകുന്നു. അതിനാൽ ഉറച്ച വിശ്വാസത്തോടുകൂടി ഈ മന്ത്രങ്ങൾ ജപിക്കുക, തീർച്ചയായും ഫലം ലഭിക്കുന്നതാണ്. ശ്രീമദ് ഭഗവത്ഗീതയിലും ദേവീ മാഹാത്മ്യത്തിലും വിശ്വസിക്കുന്നവർക്ക് ഒരിക്കലും ജ്യോതിഷത്തിൽ വിശ്വസിക്കുവാൻ സാധ്യമല്ല എന്നുള്ളതാണ് വാസ്തവം. ശ്രീരാമകൃഷ്ണദേവൻ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഈശ്വരനാമം ജപിച്ചു, പിന്നെ എങ്ങനെയാണ് എനിക്ക് പാപം ഉണ്ടാവുക? എല്ലാ പാപങ്ങളെയും ഭഗവാന്റെ നാമം ഇല്ലാതെയാക്കും. പിന്നെ എങ്ങനെ എനിക്ക് പാപമുണ്ടാകും? അതുപോലെ സമസ്ത പ്രപഞ്ചങ്ങളെയും നിയന്ത്രിക്കുന്ന എല്ലാത്തിൻ്റെയും അധിദേവതയായ ആ മഹാശക്തിയെ ആരാധിക്കുന്നവർക്ക് കേവലം ഏതെങ്കിലും ഒരു ഗ്രഹത്തിൻ്റെയോ ക്ഷുദ്രമൂർത്തിയുടെയോ ഉപദ്രവം ഉണ്ടാകുന്നു എങ്കിൽ പിന്നെ ഈ മഹാശക്തിയെ ആരാധിച്ചിട്ട് എന്ത് പ്രയോജനമാണുള്ളത്? ഓരോ ജീവനും അനുഭവിക്കുന്നത് സഞ്ചിതമായ കർമ്മഫലങ്ങളാണ്. ആ കർമ്മഫലങ്ങൾ എല്ലാം അനുഭവിച്ചുകൊണ്ട് പരമമായ ചൈതന്യത്തിൽ വിലയം പ്രാപിക്കുക. അതിനുള്ള മാർഗമാണ് അമ്മയെ ആരാധിക്കുക, ആശ്രയിക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ അതിൽ വിശ്വാസമില്ലാത്തവർക്കാണ് ഈ വക ഉപദ്രവങ്ങളെല്ലാം ഉണ്ട് എന്ന തോന്നലുകൾ ഉണ്ടാകുന്നതും ചൂഷണം ചെയ്യപ്പെടുന്നതും. ജഗദീശ്വരിയായ അമ്മ എൻ്റെ അടുത്തുണ്ട്. അമ്മ എന്നെ കൈ പിടിച്ച് നടത്തുന്നു. ഞാൻ അമ്മയുടെ പുത്രനാണ്. ഞാൻ അമ്മയുടെ പുത്രിയാണ്. പിന്നെ എങ്ങനെയാണ് എനിക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നത്? ഇത്തരത്തിലുള്ള ഒരു ചിന്ത മാത്രം മതി. യാതൊന്നിനും ഒരിക്കലും നമ്മെ ഒരു ചുക്കും ചെയ്യാനാവില്ല. ആദിപരാശക്തിയായ മഹാദേവി എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവിടുത്തെ പാതാരബിന്ദങ്ങളിൽ സാഷ്ടാംഗ പ്രണമിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.